ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഇതാ എല്ലാവരും ഓരോരുത്തർ എണിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സ്കൂളില്ലാത്ത ദിവസം നേരത്തെ എണിക്കൂട്ടോ എല്ലാവരും. ഇപ്പോൾ കുട്ടി ടി വിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൊച്ചു ടി വി ഒക്കെ ഇട്ടിട്ട് ടി വിയിൽ പൈസ കയറ്റി കൊടുത്ത് ബൊമ്മ ചാനൽ വേണം പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കയറ്റി കൊടുത്തപ്പോൾ അവരിങ്ങനെ ഇരുന്ന് കാണുകയാണ്. അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെ ഓടും. പിന്നെ രാവിലെ ഇതാ സേമിയ ഇട്ട് ഉണ്ടാക്കി ഉപ്മാവ്. രാവിലെ നാഷ്ട ഇന്ന് സേമിയാണ് കേട്ടോ. ചപ്പാത്തിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് സേമിയ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ സേമിയ റെഡിയാക്കണം. പിന്നെ ഞാൻ നേരത്തെ തന്നെ കൂട്ടാനും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉപ്മാവ് റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉപ്മാവ് കഴിച്ചോളും. അപ്പോൾ ഇതാ പിന്നെ എണിച്ച പാടെ അവർ ഇന്ന് ടി വിയിൽ ബൊമ്മയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഇതാ ഇനി ഫാത്തിമ കുട്ടിക്ക് മരുന്നൊക്കെ കൊടുക്കണം. മരുന്നൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നേരെ ഞാൻ അടുക്കളയിലേക്ക് കയറി. പിന്നെ എനിക്കും ചെറുതായിട്ടൊരു ജലദോഷം മേലുകൈ വേദനയും പനിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗുളികയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അടുക്കളയിൽ. എന്താണെന്നറിയില്ല, ഭയങ്കര തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫാത്തിമാക്ക് ഇതാ എപ്പോഴും കൊടുക്കണതേ മരുന്ന് ഹോമിയോ മരുന്നാണ്. പിന്നെ ഫിക്സിനുള്ള ഇംഗ്ലീഷ് മരുന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൊടുക്കും. പിന്നെ നമുക്ക് ഫിക്സിനുള്ള മരുന്ന് മുടക്കാൻ പറ്റില്ല കേട്ടോ, കുപ്പി മരുന്ന്. അപ്പോൾ അത് സമയമായി കൊടുക്കാൻ അവൾക്ക് കേട്ടോ. അപ്പോൾ 7 മണിക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ എന്നാൽ വേഗം അതും ഉണ്ടാക്കിയ ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതാ അങ്ങനെ പിന്നെ ഞാനിന്ന് ഇത്തിരി സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വേഗം. അപ്പോൾ അതിനുള്ള തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊന്നുമില്ല കാര്യമായിട്ട്. വെണ്ടയ്ക്കയും തക്കാളിയും മാത്രമേ ഉള്ളൂ കേട്ടോ, സവാളയും. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞ് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിന് നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് മരുന്നൊക്കെ ഒന്ന് കൊടുക്കണം. പിന്നെ ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ട് വന്നു. പിന്നെ സാമ്പാർ വെക്കാൻ വേണ്ടി നിന്നാണ് കേട്ടോ. സാമ്പാർ വെക്കുമ്പോൾ ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവയും കടുകും ജീരകവും ഇടും കേട്ടോ. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് എണ്ണയിൽ ഇങ്ങനെ വണക്കിയ ശേഷം വെണ്ടയ്ക്ക് ആദ്യം ഒന്ന് വണക്കും. പിന്നെ തക്കാളി സവാളയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഉണ്ട്. അപ്പോൾ പല വിധത്തിൽ ഉണ്ടാക്കും കേട്ടോ സാമ്പാർ. പിന്നെ തേങ്ങ അരച്ചിട്ടും തേങ്ങ അരക്കാണ്ടൊക്കെ. അപ്പോൾ ഞാനിന്ന് തേങ്ങയൊന്നും അരക്കണില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ജാറ് കേടായിട്ട് നേരാക്കാൻ കൊടുത്തേക്കാണ്. അപ്പോൾ ഒന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷെയിൽത്തൻ്റെ മാപ്പിള്ളയിലാട്ടോ നേരാക്കാൻ കൊടുക്കുക. ഇക്കാക്ക് നേരാക്കണ കടയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മിക്സി ജാറൊക്കെ ഒന്ന് വേഗം നേരാക്കി തരും കേട്ടോ. അപ്പോൾ ഞാൻ 2 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ ഒരു ചെറിയ ജാറും എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടണ വരെ ഞാൻ തേങ്ങ അരക്കാണ്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കൈപ്പുളി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ സാമ്പാറിനൊരു ചൊടിപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ കറി വെക്കുമ്പോഴും കുറച്ച് പുളി ഒഴിക്കും കേട്ടോ. പുളി ഇല്ല പറഞ്ഞാൽ ചാറ് ഒരു ചപ്പുന്നുണ്ടാവും. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട്, അത് വറുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ റൈസ് കുട്ടിക്ക് ഉരുളക്കിഴങ്ങ് വട്ടത്തിലും പൊടിയായിട്ടൊക്കെ വറുത്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ പപ്പടം ഉണ്ട് വറുക്കാൻ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതാ ഒന്ന് പൊടിയായി അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ റിൻഷിമോൾ അവിടെ എലിനെ കണ്ടുകൊണ്ട് എലിക്ക് ഇപ്പോൾ പോകാൻ സ്ഥലമില്ല. നമ്മൾ എലിൻ്റെ ഭാഗമൊക്കെ അടച്ചടച്ച് വിട്ടപ്പോൾ എലി ആകെ കുടുങ്ങി നിൽക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ട്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലേ കിടന്നിങ്ങനെ അവിടെ ഇവിടെയും കിടന്ന് ഉച്ചപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ തല്ലാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുകയാണ് റിൻഷി. അപ്പോൾ ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നാക്കണത് അവിടെ ഇട്ടിട്ട് വേഗം പോയി നോക്കാൻ. പിന്നെ ഇതാ ഉരുളക്കിഴങ്ങൊന്ന് വറുക്കണം. വറുക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ, രാവിലത്തെ ചായ കുടിച്ചതിൻ്റെയൊക്കെ. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റിൻഷിമോൾക്കൊന്നും സ്കൂളില്ലല്ലോ. അപ്പോൾ അവളൊന്ന് മെല്ലെ കേട്ടോ എണിച്ചപ്പോൾ അവൾക്കും വയ്യ തൊണ്ടവേദനയൊക്കെ ആയിട്ട്. പിന്നെ ഇന്ന് ഞാൻ തിരുമ്പിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ലേസം തന്നെ ഉള്ളു. അപ്പോൾ ഒക്കെ ചേർത്തിട്ട് നാളെ തിരുമ്പാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് വയ്യാത്ത കാരണം തിരുമ്പിയില്ല. അപ്പോൾ പനിയാണെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്താലും എടുത്ത് അങ്ങോട്ട് പിഴിയാനും ഇടാനൊക്കെ എന്തായാലും വെള്ളത്തിൽ കൈയിടണം. അപ്പോൾ ഞാൻ ഒരുപാട് കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പനി വരും. അത് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഞാനിന്ന് തിരുമ്പിയില്ല കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് പാത്രം കഴുകലിന്. പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കമ്പി സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറ്റിയല്ലോ. അപ്പോൾ അത് എനിക്ക് ആദ്യം വെച്ചെടുക്കുക തന്നെ ഞാൻ പോകും കേട്ടോ, ഓർമ്മയില്ലാണ്ട്. അത് അവിടെ ആയതുകൊണ്ട്. പിന്നെ കുറച്ച് പാസി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കോർക്കാൻ വിളിക്കുക കേട്ടോ റിൻഷി എന്നെ. അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരടി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫർദയിൽ നിന്ന് കുറച്ച് പാസി അവിടെ ഇവിടെയും പോകണ്ടല്ലോ എന്നൊക്കെ ഊരി എടുത്തിട്ട് മാല ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ
അവൾ ആ പാസി നേരമ്പൊക്കെ ഇന്നലെ ഞാൻ പോയി കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് കേട്ടോ അടുപ്പിൽ. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടാണ് പാത്രം കഴുകാൻ നിന്നത്. അപ്പം ഇനി അത് വേഗം ഒന്ന് മൊരിയിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നും കൂടി മൊരിയാനുണ്ട് കേട്ടോ, കുറച്ചേ മൊരിഞ്ഞിട്ടുള്ളൂ. അത് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊരിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ഇതാ ചൂടുവെള്ളം കുടിക്കണം വിചാരിക്കും, തൊണ്ടവേദന ആയ പിന്നെ ദാഹം വരുമ്പോൾ ഞാൻ പച്ചവെള്ളം തന്നെ എടുത്ത് കുടിക്കും കേട്ടോ. അതുകൊണ്ട് തൊണ്ടവേദന മാറണേ ഇല്ല. ഈ തണുത്ത വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരുപാട് ആവുകയാണ്. പിന്നെ ആ രാത്രി 2 മണിക്കൊക്കെ നല്ല വേദന ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ നേരത്ത് എണീച്ച് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ട് ഇങ്ങനെ കുടിക്കും. അങ്ങനെ ചെയ്യുകയാണ് ഇപ്പോൾ. രാത്രി ആയാൽ ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവെള്ളം ആക്കിയിട്ട് രാത്രി ഇങ്ങനെ എടുത്ത് കുടിക്കും. പകലൊക്കെ തണുത്ത വെള്ളവും കുടിക്കും, രാത്രി ചൂടുവെള്ളം കുടിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമുക്ക് ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഒരു ഇടങ്ങറല്ലേ. പിന്നെ ചോറ് ഓരോരുത്തർക്ക് ചോറ് കൊടുത്തു കേട്ടോ. നമ്മുടെ റഹീസ് കുട്ടിയും റജി കുട്ടിക്കൊക്കെ നേരത്തെ ചോറ് കൊടുത്തു. ഫാത്തിമാക്കൊക്കെ കറിയായതും ചോറ് കൊടുത്തു ഞാൻ. പിന്നെ അവർക്ക് 12:30 ഞാൻ ചോറൊക്കെ കൊടുക്കും. പിന്നെ ഞാനും റിൻഷിമോളും റിയാസ്ക്കൊക്കെ മെല്ലേട്ട കഴിക്കുള്ളൂ. പിന്നെ അതപ്പോൾ കുറച്ച് പാസിയുണ്ട്, അപ്പോൾ അതൊന്ന് കോർക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ കോർത്ത്. പിന്നെ അമ്മമ്മ പിന്നെ അവിടെ വിറകിൻ്റെ എന്തോ പണിയിലാന്ന് തോന്നണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ പോയി നിസ്കരിച്ച് കുറച്ച് നേരം കടന്ന് ഒരു ഗുളികയും കൂടെ കഴിച്ച് എന്നിട്ടാട്ടോ അടുക്കളയിലേക്ക് വന്നപ്പോൾ കുട്ടികൾ വെറി പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് മാവുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു കയ്യിൽ ഫോണായത് കൊണ്ടാട്ടോ അത് ഇടയിലൊന്ന് ബ്ലാക്കായി പോയി, അമർത്താൻ പറ്റാണ്ടായപ്പോൾ. പിന്നെ അങ്ങനെ ഞാൻ ഇപ്പോൾ കുറച്ച് പക്കവട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കട്ടൻ ചായ പക്കവടയും സൂപ്പറാണല്ലോ. അപ്പോൾ എനിക്കെന്താ വണ്ണാക്ക് ഉണങ്ങും കേട്ടോ, അങ്ങനെ ചൂടുള്ള വെള്ളം കുടിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ കട്ടൻ ചായ കുറച്ച് തോനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കും റിയാസ്ക്കാർക്ക് ഒത്തിരി കടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പക്കവട ചുട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും കുറച്ച് മുളക് പൊടി കുറച്ച് സോഡാമാവും പിന്നെ 2-3 വലിയ ഉള്ളി, പിന്നെ കുറച്ച് അരിപ്പൊടി, ഗോതമ്പ് പൊടി, മറ്റേ പക്കവടൻ്റെ മാവ് കേട്ടോ, കടലമാവ്, ഇതെല്ലാം ഇവിടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കണമെന്ന്. മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ നമ്മളത് തിരിച്ച് ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചട്ടിയിലാട്ടോ ഒന്ന് ചുട്ടത്. വേറെ ചട്ടിയിൽ ഉരുളക്കിഴങ്ങ് വറുത്തതായ കാരണം ഞാനത് എടുക്കാൻ മടിച്ചിട്ട് ചെറിയ ചട്ടിയിൽ അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ അപ്പച്ചട്ടിയിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ പക്കവട. കുഴപ്പമൊന്നുമില്ല, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മുരിഞ്ഞ ബ്രൗൺ കളറിൽ. റിയാസ്ക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്കവട. പിന്നെ റിയാസ്ക്ക് വണ്ടി കഴുകണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കേട്ടോ ഭയങ്കര പാട്, കുറേ നേരം നിൽക്കണം, സഹായിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ചായക്കാർക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പക്ഷെ എന്തായാലും ചുട്ടെടുക്കാനാണ് പണി കേട്ടോ. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ റജിക്കുട്ടി ഉണ്ട് കേട്ടോ ഒപ്പം. പിന്നെ ഞാൻ ഓരോന്ന് 2-3 വട്ടം ട്രിപ്പായിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്ത്. അപ്പോൾ അത് നല്ല മൊരിഞ്ഞിട്ട് തിന്നാനാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ എല്ലാം മിക്സ് ചെയ്തതായതുകൊണ്ട് നല്ല അടിപൊളി സോഫ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കഴിക്കാൻ, നല്ല ചായക്ക് വൈകുന്നേരം കഴിക്കാൻ. ഞാനിപ്പോൾ കുറേ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ട്, എന്നോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് ഇത്തിരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും വേണമല്ലോ വൈകുന്നേരം. ബിസ്ക്കറ്റൊന്നും ഇല്ല, അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. എപ്പോഴെങ്കിലും ഉണ്ടാക്കും, ഡെയിലി ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. എണ്ണക്കടി അധികം നല്ലതല്ലല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും കുടുംബത്തിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുമ്പോൾ വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നല്ല മുരിഞ്ഞ് മുരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ട്, കറുമുറാന്നും ഉണ്ട് കേട്ടോ. കാണാനും ഭംഗിയുണ്ട്, തിന്നാനും സൂപ്പറാട്ടോ. അപ്പോൾ ഞാനും കുറച്ച് കട്ടൻ ചായയും റിയാസ്ക്കാക്കും കൊടുത്ത്. പിന്നെ ബാക്കി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 2-3 ട്രിപ്പായിട്ട് അങ്ങോട്ട് പൊരിച്ചു കൊടുത്തു. ചെറിയ ചട്ടയെ കാരണം കുറച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ മക്കളെ, അല്ലെങ്കിൽ അതങ്ങനെ മേത്തേക്ക് അങ്ങോട്ട് മറിഞ്ഞ് അങ്ങോട്ട് വീഴും. അപ്പോൾ ഇതും കൂടി ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. ഇതും കൂടി ഒന്നങ്ങോട്ട്, പിന്നെ ഒക്കെപ്പാടെ വെളുപ്പം കഴിയാൻ വേണ്ടി ഞാൻ കുറേ അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഇട്ടപ്പോൾ എന്തായി, മറിച്ചിടാൻ പറ്റാണ്ടായി, പേടിയാവാൻ തുടങ്ങി. എണ്ണയാണ്, എനിക്ക് എണ്ണയിൽ ചുടാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഒരു ദിവസം ഇതുപോലെ മുട്ട ബജ്ജി ഉണ്ടാക്കിയിട്ട് എൻ്റെ കയ്യിലേക്കൊക്കെ തെറിച്ച അനുഭവം കൊണ്ട് മുട്ട ബജ്ജി ഉണ്ടാക്കേണ്ട പൂതിയേ മാറിയിട്ടോ എനിക്ക്. അതിൻ്റെ അത് പൊട്ടിത്തെറിച്ചിട്ട് എനിക്കത് അറിയില്ലായിരുന്നു, ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ പൊട്ടിത്തെറിച്ച് എൻ്റെ കയ്യിലും മൂത്തുക്കും ഒക്കെ തെറിച്ചപ്പോൾ
എനിക്ക് ആകെ പേടിയായി. അതോടെ പൂതി മാറി എൻ്റെ. പിന്നെ ഇതാ ചായയും കടിയൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഒക്കെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ റിയാസ്ക അന്നെന്തോ വണ്ടി കഴുകിയതാണ്. അപ്പോൾ ഇതാ വെള്ളം അങ്ങനെ വന്നിട്ടില്ല, ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ. പക്ഷേ അപ്പോൾ വണ്ടി കഴുകണം എന്ന് പറഞ്ഞിട്ട് ഓസിനെയൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ നിന്ന് ഓസിനെയൊക്കെ എടുത്തിട്ട് പുറത്തൊക്കെ ഇട്ടിട്ട് അത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ മക്കളെ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ ബൈ.